ലഭിക്കുന്ന ഈ ഒരു നല്ല സന്ദർഭം നമുക്ക് ഒരുമിച്ച് ഓൺലൈനിലൂടെ ദൈവവചനം കേൾക്കുവാനും ആരാധിപ്പാനും കർത്താവ് സഹായിച്ച അവിടുത്തെ എല്ലാ നല്ല വിധങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചവട്ടങ്ങളായി നമ്മൾ ഒരു പ്രത്യേക വേദഭാഗം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആലയവും ആലയത്തെ സംബന്ധിച്ചുള്ള ആരാധനയും ശുശ്രൂഷയും സംബന്ധിച്ചാണ് നമ്മൾ പതിവായി ഈ നാളുകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയെ അതേ ഭാഗത്തേക്ക് ഞാൻ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ഈ ഓൺലൈൻ വഴി ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ശുശ്രൂഷകർക്കും, സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വേദാംശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വേദാംശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 12ഉം 13ഉം വേദാംശങ്ങൾ ചില ആഴ്ചവട്ടങ്ങളായി നമ്മൾ ശ്രദ്ധിച്ചു. 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവവചനമുള്ളവർ ഒന്നെടുത്താലും ആരെങ്കിലും ഒരു നിമിഷം ഒന്ന് വായിച്ച് സഹായിക്കുന്നത് വളരെ നന്നായിരിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം പ്രാവശ്യം ഉറക്കെ വായിക്കുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദിൻ്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്ക് അതത് ദിവസം വേണ്ടിയിരുന്നത് പോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾക്കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പന. ഒരു നിമിഷം ഇന്നത്തെ വചന ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചു തരുവാൻ പാട്ടിലൂടെ നമുക്ക് പ്രചോദനം നൽകിയ ദൈവം, പ്രബോധനത്തിലൂടെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്ന ദൈവം, ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ ഒരു വിടുതൽ എല്ലാവർക്കും വ്യാപരിക്കുവാൻ എല്ലാവരും കണ്ണുകളെ അടച്ച ഒരു നിമിഷം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ പുത്രന്റെ നാമം ഇന്ന് ഈ പകൽക്കാലം ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ വലിയ സാധുത ഇവിടെ വെളിപ്പെട്ട് വരുവാൻ, ദൈവവചനത്തിൻ്റെ വലിയ സാധ്യത ഇവിടെ വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വിടുതലുകളെയും അതിൻ്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും കർത്താവ് ഇപ്പോൾ ശത്രുവായ പിശാച് തൻ്റെ രാജ്യത്തിൻ്റെ ആയുധമുറകൾ കൊണ്ട് തടുക്കുവാൻ ഇടവരാതെ ദുഷ്ട പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അന്ധകാരത്തിൻ്റെ എല്ലാ ഇടപാടുകളെയും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവകളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥാ, വചനത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളെ തുറക്കണമേ. ഈ വചനം എവിടെയെല്ലാം കടന്നെല്ലുന്നുവോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വിടുതലുകൾ സംഭവിക്കട്ടെ. ആരെങ്കിലും ഇന്ന് പകലിൽ വളരെ ജിജ്ഞാസയോടെ, കാംക്ഷയോടെ, ഒരു വിടുതലിനെ ദാഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ അവരുടെ മേൽ വരാൻ ഞങ്ങൾ ഒരുമിച്ച് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഇടപെടണമേ. ചെറുതും വലുതുമായ സകല വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അതിൻ്റെതായ അർത്ഥത്തിൽ, അതിൻ്റെതായ സന്ദേശത്തിൽ, ആത്മാവിന്റെ നിറവിൽ നിന്റെ ജനത്തിന് അറിയിപ്പാൻ കർത്താവെ കൃപ നൽകണം എന്ന് തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും അങ്ങയുടെ കർത്താവെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി അങ്ങേ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ നല്ല വേദാംശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 12ഉം 13ഉം വാക്യങ്ങൾ നമ്മൾ നേരത്തെ സശ്രദ്ധം ശ്രദ്ധിപ്പാനായിട്ടിടയായി. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ആരാധനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ഈ ഭാഗത്ത് മുഴുവനായി ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ നിങ്ങൾക്ക് അറിയിപ്പ് നൽകിയതാണ്. ആരാധനയും ശുശ്രൂഷകരും എന്ന ഒരു വലിയ ഒരു സംഗതിയാണ് ഈ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ വാക്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിൻ്റെ നിയമപ്രകാരം, ഉടമ്പടി പ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നത് പോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾക്കും ഒത്തവണ്ണം അതത് വാതിലിന് നിയമിച്ചു. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന വിധം വേർതിരിക്കണം എന്ന് രണ്ടാമത്തെ ഇസ്രായേലിലെ രാജാവായ ദാവീദ് തൻ്റെ മകനായ ശലോമോന് അറിയിപ്പ് കൊടുക്കുന്നതാണ് ഈ പ്രസ്തുത ഭാഗം. ഈ ഭാഗം നമ്മൾ സശ്രദ്ധം ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായി രണ്ട് കൂട്ടരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് പുരോഹിതന്മാർ, രണ്ട് ലേവ്യർ. ലേവ്യർ പുരോഹിത ഗണത്തിൽപ്പെട്ടതാണ്. പുരോഹിത ഗണത്തിൽ ആളുകൾക്ക് പ്രവേശിക്കണമെങ്കിൽ ലേവ്യ കുടുംബത്തിൽ അക്കാലത്ത് ജനിക്കണമായിരുന്നു. ഇതായിരുന്നു ചരിത്രത്തിൻ്റെ പ്രാധാന്യം. നാം 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തീയ സഭയുമായിട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മുടെ ഇടയിൽ ഉന്നയിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ആത്മീക കൂട്ടായ്മയിൽ, ദൈവസഭയിൽ പുരോഹിതന്മാരുണ്ടോ? ഉത്തരം, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമപ്രകാരമുള്ള ലേവി ഗോത്രത്തിൻ്റെ ചിട്ടയായ അനുശാസനം അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പൗരോഹിത്യം കൊടുത്തിരിക്കുന്നില്ല. അത് നിന്നുപോയി എന്നതാണ് എബ്രായ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് അക്കാലത്ത് ഒരു പ്രത്യേക നിയമമുണ്ടായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആലയപ്പണിക്ക് വേണ്ടി ആരെങ്കിലും അടുത്തുകൂടുന്ന പക്ഷം അവരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 7-8 വാക്യങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 7-8 വാക്യങ്ങൾ വേഗത്തിലെടുത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. 18-ന്റെ 6 മുതൽ വാക്യങ്ങൾ. ഏത് ഇസ്രായേലിയ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർക്കുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം. അവിടെ യഹോവയുടെ സന്നിധി നിൽക്കുന്ന ലേവ്യരായ തൻ്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. ഇത് ലേവി ഗോത്രത്തിന് മാത്രം വീതിച്ചു കൊടുത്തിരുന്നു. അതിന് പ്രധാനമായ ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഞാനത് പിന്നീട് പ്രസ്താവിച്ചുകൊള്ളാം. ലേവി ഗോത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളിൽ 4-ാമത്തെ പുത്രൻ ലേയയിൽ പ്രസവിക്കുന്നതാണ് ലേവി എന്ന് നാം അറിയപ്പെടുന്നത്. ഒരു ലേവിന് അക്കാലത്ത് നിയമമുണ്ടായിരുന്നു. അവന് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരാം. യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് വരുന്നവരെയാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം. ദൈവം തിരഞ്ഞെടുക്കാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത് കൊടുക്കാത്ത സ്ഥലത്ത് പോകുന്ന ധാരാളം പ്രിയമുള്ളവരുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കൃതാർത്ഥതയോടെ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധി പറയാൻ പറ്റും. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. അത് വേറൊരു ഇടമില്ല. ഇന്നേക്കും 2000 വർഷങ്ങളോളം ആകാൻ പോകുന്നു. കാൽവരി ക്രൂശിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ പിതാവാം ദൈവം ഉയർത്തി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ലേവി ഗോത്രത്തിൽപ്പെട്ടവർ ആലയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് വരണമായിരുന്നു.
നമുക്കായി ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം കാൽവരി ക്രൂശാണ്. ഏത് സ്ഥലത്തു നിന്നും, ഏത് ഭാഷയിൽ നിന്നും, ഏത് ഗോത്രത്തിൽ നിന്നും, ഏത് കുലത്തിൽ നിന്നും ആലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ദൈവം ആവേശത്തോടെ കർത്താവിന്റെ നാൾ വരെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാലത്ത് യാക്കോബിന്റെ മക്കളിൽ 4ാമത്തെ മകനും അവന്റെ കുടുംബത്തിനും മാത്രം ഒതുങ്ങി നിന്ന പൗരോഹിത്യവും ദൈവാലയ ശുശ്രൂഷയൊക്കെ സകല മനുഷ്യർക്കും വേണ്ടി തുറന്നു കൊടുത്തത് കാൽവരി ക്രൂശിൽ യേശുവിന്റെ ശരീരം ഒരു തിരശ്ശീല ചീന്തപ്പെട്ടതുപോലെ അത് ചീന്തപ്പെട്ടത് കൊണ്ടാകുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്, മനസ്സ് പോലെ വരാം. മീൻസ് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് വരാൻ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. God never forced to come unto him anybody else. ഇവിടെ നിർബന്ധിത മതപരിവർത്തനങ്ങളെ കാണുന്നു പറ്റും. പുരോഹിതന്മാരുടെ ഇടയിൽ മഹാപുരോഹിതനുണ്ട്, പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതന്മാരുമുണ്ട്. അഹരോന്റെ ഗ്രഹത്തിൽ ജനിച്ചിരിക്കണം എന്നതാണ് പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതൽ ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മനസ്സോടെ അടുത്തു വരണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗരോഹിത്യമുണ്ടോ? വാസ്തവത്തിൽ ആ സ്ഥാനപ്പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, അല്ലാതെ ആളും ശുശ്രൂഷയും മാറിപ്പോയിട്ടില്ല എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. അത് ഞാൻ പിന്നാലെ പറയാം. സ്വതന്ത്രം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ അഹരോന്യ കുടുംബത്തിൽ ജനിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. പുതിയ നിയമത്തിൽ ആലയത്തിന്റെ പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ നേരിട്ടുള്ള നിയോഗവും ദൈവത്തിന്റെ നേരിട്ടുള്ള വിളിയും ദർശനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ കൈവയ്ക്കാവൂ എന്നാണ് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്രം എല്ലാവരെയും അങ്ങനെ വിളിച്ചിട്ടില്ലെന്നും യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അഹരോന് 4 പുത്രന്മാർ ജനിച്ചു. സ്വതന്ത്രം അതിൽ 2 പുത്രന്മാർ മരിച്ചു പോകുന്നു. നാദാബ് മരിച്ചു പോകുന്നു. പിന്നെ അഹിമേലെക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മരിച്ചു പോകുന്നു. അപ്പന് മുമ്പേ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് മക്കളില്ലാതെ പോയി. ശേഷമുള്ള 2 കുഞ്ഞുങ്ങൾ, ഒന്ന് എലയാസറും 2 ഈഥാമാർ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു. ഇവരിൽ നിന്നും മക്കൾ ജനിക്കുന്നു. അവരുടെ മക്കൾ, എലയാസറിന്റെ മക്കൾ കുടുംബം എന്ന് പറയുന്നത് ധാരാളം കുഞ്ഞുങ്ങൾ ഉള്ള ഒരു കുടുംബമാണ്, അഥവാ ജനപ്പെരുപ്പമുള്ള കുടുംബം. ഈഥാമാറിന്റെ കുടുംബം ആൾബലം കുറവും ആളുകൾ ചുരുക്കവുമാണ്. അതുകൊണ്ട് ഈഥാമാറിന്റെ കുടുംബത്തിലെ ആളുകൾ കുറവായതുകൊണ്ട് ഒരു സമയം അവരിൽ നിന്ന് 8 പേരും എലയാസറിന്റെ കുടുംബത്തിൽ നിന്ന് 16 പേരെയും തെരഞ്ഞെടുത്ത് 24 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഒരു കൂറ് എന്ന് പറയുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും നിയുക്ത മഹാപുരോഹിതൻ വരും. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ലേവ്യരുടെ ഒരു ജോലിയിൽ പ്രധാനമായവ ഈ പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവർക്ക് ആവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുക എന്നുള്ളതാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മക്കളെ, ഇന്നും പൗരോഹിത്യ ശുശ്രൂഷ മാറിപ്പോയിട്ടില്ല. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് സകല ജനതയും ദൈവത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ ഒരുക്കിയെടുക്കുകയും സകല ജനതയും ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നടത്തുകയും ചെയ്യുകയാണ് പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് വാസ്തവത്തിൽ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസ് ലേഖനം വായിച്ചാൽ നാം ആത്മീക യാഗം കഴിക്കുന്നവർ എന്നവിടെ എഴുതിയിട്ടുണ്ട്. യാഗം ദൈവത്തിന് അർപ്പിച്ച് ദൈവപ്രസാദം ജനത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വലിയ ജോലിയാണ് പുരോഹിതന്മാർ ചെയ്തിരുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന തൻ്റെ ആലയ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം പറയുന്നത് അവർ ആത്മീക യാഗം കഴിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഒരു ആത്മീക ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ് എന്ന സ്പഷ്ടം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആളുകൾ മാറിയിട്ടില്ല, ശുശ്രൂഷ നീങ്ങിപ്പോയിട്ടില്ല, പക്ഷേ ആ സ്ഥാനം ദൈവം എടുത്തു കളഞ്ഞു. അഹരോന്യ കുടുംബത്തിന് പകരം സകല കുടുംബങ്ങളെ ക്രിസ്തു മുഖാന്തരം വെൽക്കം ചെയ്തു. മനസ്സുള്ള ഏവനും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരാം. അങ്ങനെയാണെങ്കിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവൻ ഒരുക്കപ്പെടാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, അവരുടെ മനസ്സ് വേറെ പലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത തലമുറയാണ് മാറി നിൽക്കുന്നത്. അല്ലാതെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കടന്നു വരുവാൻ താല്പര്യപ്പെട്ട് വരുന്ന ഏത് തലമുറയെയും ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. സ്വതന്ത്രം ദൈവമക്കളെ, ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില തലമുറ ഈ ശബ്ദപരിധി എവിടെയെല്ലാം ചെല്ലുന്നുവോ, എക്കാലത്തും ചെല്ലുന്നുവോ, അവിടെയൊക്കെ ചില പ്രിയപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. കാരണം ചില ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി മനസ്സോടെ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ആലയത്തിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന തലമുറകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് പ്രധാനമായി 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. പൗരോഹിത്യ കുടുംബത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദാംശങ്ങളാണ്. ഞാൻ ആ ഭാഗം വിടുന്നു, സമയപരിമിതി നമ്മെ കൂടുതൽ ഞെരുക്കുകയാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, the priests are offering daily sacrifices to the Lord. ദിനംതോറും കൂറിൻ പ്രകാരം, ക്രമപ്രകാരം രാവിലെയും വൈകുന്നേരവും ദൈവത്തിന് യാഗമർപ്പിക്കുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നു. മറ്റൊന്നിനുമല്ല, കെടുതികൾ മാറിപ്പോകാൻ, വറുതികൾ മാറിപ്പോകാൻ, മഹാമാരികൾ മാറിപ്പോകാൻ, കഷ്ടതകൾ തന്റെ ജനത്തിൽ നിന്ന് മാറിപ്പോകാൻ, ശത്രു സൈന്യം അടുത്തു വന്നാൽ ജയം പ്രാപിക്കാൻ, അവിടെ വീട് സുരക്ഷിതമായിരിക്കാൻ, കുട്ടികൾ സുരക്ഷിതമായിരിക്കാൻ, സമൃദ്ധി വരാൻ. ഹല്ലേലൂയ. കർത്താവിദാസൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷിനാശം, ഭണ്ഡാരശാലകൾ ശൂന്യമായി തീരുന്നു, കുടുംബങ്ങൾ ശിഥിലമാകുന്നു, ശത്രുവിന് അടിമകളായി പോകുന്നു. എന്താ കാരണമെന്നറിയാമോ? യാഗമർപ്പിക്കേണ്ട സമയത്ത് യാഗമർപ്പിക്കുന്ന സ്ഥലത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരുവൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒരുവൻ വചനം ധ്യാനിക്കേണ്ട സമയത്ത് ധ്യാനിച്ചില്ലെങ്കിൽ, ഒരുവൻ വചനം കേൾക്കേണ്ട സമയത്ത് കേട്ടില്ലെങ്കിൽ, ജീവന്റെ കൂട്ടവകാശത്തിന് ഉപകാരപ്രദമായ നിലയായിത്തീരാതെ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വലിച്ചു കൂട്ടുന്ന 1000 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. മനസ്സോടെ ദൈവവചനം വായിക്കണം, മനസ്സോടെ ആരാധിക്കണം, മനസ്സോടെ ദൈവത്തിന് അർപ്പിക്കണം, മനസ്സോടെ ദൈവവേല ചെയ്യണം, ദൈവമുഖം അന്വേഷിക്കണം. അല്ലെങ്കിൽ ആലയം ശൂന്യമായി കിടക്കും. ആലയം ശൂന്യമായി കിടന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറയിൽ ശൂന്യത മാറില്ല. നമ്മളിനി എത്ര അധ്വാനിച്ചാലും നമ്മുടെ കുടുംബത്തിന്റെ ശൂന്യത മാറില്ല. നിങ്ങൾ ഹഗായി പ്രവചനം 1:4 വായിച്ചു നോക്കൂ. എന്റെ ആലയം ശൂന്യമായി കിടക്കവേ, നിങ്ങൾ നട്ടോട്ടമായി സമ്പത്തിനും ഐശ്വര്യത്തിനും ധനത്തിനും മാനത്തിനും ഒരുക്കി വെക്കാനും മറ്റു മുതലായവകൾക്കും നിങ്ങൾ പുറപ്പെട്ടാൽ, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങിച്ചിടുന്നു. 1 മാസം അധ്വാനിച്ചു, പിറ്റേ മാസം ഒന്നുമില്ല, ശൂന്യം. എന്തുകൊണ്ടെന്നറിയാമോ?
ആലയം ശൂന്യമായി കിടക്കുന്നതുകൊണ്ടാണ്. രാവിലെയും വൈകുന്നേരത്തും ദൈവത്തിന് യാഗം അർപ്പിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ശബ്ദത്തോടെ, പൂർണ്ണ ആത്മാവോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക. ഇതാണ് യാഗം, പുതിയ നിയമയാഗം. അതൊരിക്കലും കുറയ്ക്കരുത്. അത് സന്ധിമഞ്ജകൾക്ക് ബലം തരുന്നതാണ്. മാത്രമല്ല, പുരോഹിതന്മാർ ചില വിശുദ്ധ ദിവസങ്ങളിൽ, ഹോളിഡേയ്സ്, ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അമാവാസികളിലും ഉത്സവ വാരാഘോഷങ്ങളിലും പിന്നെ പെസക പെരുന്നാളിനും കൂടാര പെരുന്നാളിനും പെന്തിക്കോസ്ത് പെരുന്നാളിനും ഇത് ആളുകൾ ഒരുമിച്ച് ചേർന്ന് സകല ജനവും കൂടി വരണം എന്നുള്ളതാണ്. ഞാനത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച പറയാനായിട്ട് ഇടയായി. അത് ഐക്യത, ദൃഢത, കൂട്ടായ്മ, ശത്രുക്കളിൽ നിന്നുള്ള ജയം, പരസ്പര സ്നേഹബന്ധങ്ങൾ, ഇവയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഘടിത ശക്തിയായി ഇസ്രായേലുകൾ മാറുകയാണ്. ദൈവസഭയും അങ്ങനെ കൂട്ടമായി കൂടി വരണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് നമ്മുടെ ഐക്യതയ്ക്കും കൂട്ടായ്മയ്ക്കും സംഘടിതമായ ശക്തിക്കും ഉയർച്ചയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടായി തീരുകയും നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, പൗരോഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സകല ഇസ്രായേലിനെയും കരമുയർത്തി അവർ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. എത്രയോ സഭകളിൽ എത്രയോ ശുശ്രൂഷകന്മാർ ആളുകൾക്ക് ശാപവാക്കുകൾ ഇടുന്നറിയാമോ? ഹല്ലേലൂയ. ശാപത്തിനോ ശകാരത്തിനോ ഉള്ള ഒരു ഇടമല്ല ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമായ സഭ എന്നുള്ളത്. ഹല്ലേലൂയ. ഈ തിരുവഴുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ കാണുന്നു, ജനത്തെ ആശീർവദിക്കേണ്ട ഒരിടമാണ് വാസ്തവത്തിൽ സഭ അല്ലെങ്കിൽ ആരാധന എന്നൊക്കെ ദൈവവചനം വിവക്ഷിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, ശാസിക്കാം, ശകാരിക്കാൻ പാടില്ല. സ്തോത്രം. ശിക്ഷിക്കുക, ശപിക്കാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പം ശകാരം ചിലർക്ക് ശാസനയായി തോന്നാം, ശാസന ചിലർക്ക് ശകാരമായി തോന്നാം. ശിക്ഷണ നടപടികൾ എടുക്കുമ്പോൾ അത് ശാപമാണെന്ന് പറയാം ചിലര്. പക്ഷേ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ശിക്ഷണം നല്ലതാണ്, പക്ഷെ ശാപം നല്ലതല്ല. ശാസന നല്ലതാണ്, തലയ്ക്കെണ്ണ. ശകാരം ഒരിക്കലും നല്ലതല്ല. ശകാരത്തിന് പകരം അനുഗ്രഹവും ശാപത്തിന് പകരം അനുഗ്രഹവുമാണ് നമ്മുടെ സഭയ്ക്കകത്ത് മുഴങ്ങി കേൾക്കേണ്ടത്. എക്കാലത്തും അത് എല്ലായിടത്തും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കും അത് തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്നവരെ ആർക്ക് ശപിക്കാൻ പറ്റും? ബലയാം ഒരിക്കൽ ശപിക്കാൻ ഇറങ്ങി, പക്ഷെ ഒരു വായ ദൈവം മൂടിക്കളഞ്ഞു. ഒരുപാടെണ്ണം നമുക്കെതിരെ ശപിക്കാൻ വേണ്ടി ഇറങ്ങി, പക്ഷേ ഇപ്പോൾ ഒരു നായും കുറയ്ക്കുന്നില്ല. എന്തെന്നറിയാമോ? ബലയാമിൻ്റെ വായ ദൈവം മൂടി വച്ചതുപോലെ, അനുഗ്രഹിപ്പാൻ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ വായ ദൈവം മൂടിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കെതിരെ ശകാരിക്കാൻ ഇറങ്ങിയവർ ധാരാളം പേരാണ്. നിന്നെ ശപിക്കാം, നിന്റെ കുഞ്ഞുങ്ങളെ ശപിക്കാം ഇറങ്ങിയവർ ധാരാളം പേരാണ്. പക്ഷേ ബിലിയാമിന്റെ വായിനെ മൂടിയവൻ, സിംഹഗർജനങ്ങളെ മൂടിയവൻ, നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നിനക്കുമെതിരെ വന്ന ശാപങ്ങളെയും ശകാരങ്ങളെയും പുറത്തു വരാതെ ശാസിച്ച ഒരുവന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, കാണപ്പെട്ട നിലയിൽ ഒരു പുരോഹിതൻ വന്നു നിന്ന് നിങ്ങളെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആശീർവദിച്ചതുപോലെ അനുഗ്രഹിക്കാൻ ഒരുവൻ വന്നില്ലെങ്കിലും പുതിയ നിയമ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അനുഗ്രഹീതനായി വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്നവൻ, നമ്മുടെ നടുവിൽ ഉലാവുന്നവൻ, സഭയുടെ നടുവിലുള്ളവൻ. ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, ഇന്നും നിങ്ങളെ ആശീർവദിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങൾ ഇന്നും തിരുമുഖം അന്വേഷിക്കുന്നത് കൊണ്ട് ഇന്ന് അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
രണ്ടാമത്തെ കൂട്ടരാണ് ലീവൈറ്റ്സ് അഥവാ ലേവ്യർ എന്ന് പറയുന്നത്. അവരുടെ ചരിത്രപരമായ ആരംഭത്തെക്കുറിച്ച് ഞാൻ അല്പം സൂചിപ്പിച്ചു. സഹോദരം, യാക്കോബിന്റെ 4ാമത്തെ പുത്രനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ എന്ന് സ്വാഭാവികമായി ചോദിക്കും. ദൈവത്തിന് ഒരു മുഖപക്ഷവും ഇല്ല. ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് മോശയുടെ പുസ്തകം വഴി ലേവി ഗോത്രത്തിലുള്ളവർ കേൾക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമായ യെരൂശലേമിലേക്ക് ചെല്ലാൻ ഒരു ഭയങ്കര ആഗ്രഹമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു പട്ടണമുണ്ടെങ്കിൽ യെരൂശലേം പട്ടണമാണ്. യെരൂശലേം ഇത്ര പ്രശസ്തമായി അറിയപ്പെടാനും വേട്ടയാടാനും പ്രധാന കാരണമെന്ത്? വേറൊന്നുമല്ല സഹോദരങ്ങളെ, അവിടെ ദൈവത്തിന്റെ ആലയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദൈവ സാമീപ്യം ഇറങ്ങുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കണം, അശൂർ ആക്രമിച്ചു, നെബൂഖദ്നേസർ ആക്രമിച്ചു, ഡാരിയവേശ് ആക്രമിച്ചു, അലക്സാണ്ടർ ആക്രമിച്ചു, റോമൻ ചക്രവർത്തിമാർ ആക്രമിച്ചു, പോർട്ടീസുകാർ ആക്രമിച്ചു, ഗ്രീസുകാർ ആക്രമിച്ചു, ബ്രിട്ടീഷുകാർ ആക്രമിച്ചു. പിന്നെ പറയേണ്ട AD 691 മുതൽ AD 620, 622, 630 മുഹമ്മദീൻസിന്റെ താണ്ഡവ നൃത്തമായിരുന്നു അവിടെ. ഹല്ലേലൂയ. സഹോദരം, എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ആലയം ഉള്ള സ്ഥലത്തിനെതിരെ ശത്രു നിശ്ചയമായും ആളുകളെ ഒരുക്കി അയക്കും. എന്തിനെന്നറിയാമോ? അതിനെ നശിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന ഭൂമിയിൽ നിന്ന് ഉയരരുത് എന്ന് പൈശാചിക രാജ്യം മുഴുവനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹമാണ്, എനിക്കായി ഒരു കൂടാരം ഉണ്ടാക്കണം, എനിക്ക് നിങ്ങളുടെ കൂടെ വസിക്കണം. ശേഷം അത് മനസ്സിലാക്കിക്കൊണ്ട് ദാവീദ് ആലയത്തിന് വേണ്ടുന്ന എല്ലാം ഒരുക്കി വെച്ചു. അവന്റെ കൈകൾ അശുദ്ധമായതുകൊണ്ട് നീ പണിയണ്ട എന്ന് പറഞ്ഞു. BC 962 ഇസ്രായേലിലെ 3ാമത്തെ രാജാവായ ശലോമോൻ മനോഹരമായ നിലയിൽ ദൈവത്തിന്റെ ആലയം പണിതു. ആരാധന പുനഃസ്ഥാപിച്ചു, ആരാധന ആരംഭിച്ചു. അവിടുത്തെ പൗരോഹിത്യത്തെക്കുറിച്ചും പുരോഹിതന്മാരെക്കുറിച്ചും ലേവ്യരെ കുറിച്ചും അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ചും എഴുതിയിരിക്കുന്നതായ ചരിത്ര അംശമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 8-14 വാക്യം. സഹോദരം, അപ്പൊ യെരൂശലേം എന്ന് പറയുന്നത് മുഹമ്മദിയൻസിൻ്റെതല്ല. മുഹമ്മദിയൻസ് ഭൂമി വരുന്നതിനും 1000 കണക്കിന് വർഷത്തിന് മുമ്പേ യഹൂദന്മാർക്ക് അവിടെ യെരൂശലേം ദേവാലയം ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. സഹോദരം, കാരണം മുഹമ്മദിയൻസിന്റെ ആദ്യ ആലയം ഡൂം ഓഫ് റോക്ക് എന്നറിയപ്പെടുന്ന ആലയം വരുന്നത് പിന്നെ 691 AD 691. അപ്പൊ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് അവിടെ ആ പള്ളി വന്നത്. ആ പള്ളിയെക്കുറിച്ച് ഖുർആൻ ഒന്നുമില്ലാത്ത ഒരു പൊട്ടക്കഥയുണ്ട്. മുഹമ്മദ് മദീനയിൽ നിന്നും മക്കയിൽ നിന്നും കുതിരയെ തെളിയിച്ച് യെരൂശലേമിലേക്ക് ആക്രമിക്കാൻ വേണ്ടി വരുമ്പം ഇന്നിരിക്കുന്ന ഡൂം ഓഫ് റോക്ക് എന്ന് പറയുന്ന ആ സ്ഥലം യെരൂശലേം ദേവാലയം ഇടിഞ്ഞു കിടന്ന സ്ഥലമാണ്. AD 70 തീത്തോസ് എന്ന് പറഞ്ഞ തുർക്കിയുടെ രാജാവ് ഇടിച്ചു കളഞ്ഞതാണ്. ആ സ്ഥലത്ത് വന്നപ്പോ ഇദ്ദേഹം നിലത്തു വീഴുകയും കുതിര സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് ഒരു കള്ളക്കഥ ഉണ്ടാക്കി. എന്തുകൊണ്ടെന്നറിയാമോ? ലോകരാഷ്ട്രങ്ങൾ യഹൂദന്മാരും ചോദിച്ചു, ഞങ്ങളുടെ പള്ളി സ്ഥലത്ത് നിങ്ങൾ എന്തിന് മോസ്ക് പണിതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ നബി കുതിര തെളിയിച്ചു വന്നപ്പോൾ കുതിര സ്വർഗത്തിലേക്ക് എടുക്കുകയും മുഹമ്മദ് ഇവിടെ കാൽനടയായി പോവുകയും ചെയ്തു. അതുകൊണ്ട് അള്ളയ്ക്ക് ആരാധന സ്ഥലമുണ്ട്. ഇത് ഖുർആനിലില്ല. പിൽക്കാലത്ത് എഴുതപ്പെട്ട ചില ഹദീസുകളിൽ പാരമ്പര്യത്തിൽ ഇത് വിവരിച്ചിരിക്കുന്നു. എത്ര ഭയങ്കരം എന്നറിയാം. തൊട്ടടുത്ത് യെരൂശലേം പള്ളി ഇരുന്ന ഈ ശലോമോന്റെ ദേവാലയം വരുന്ന ആ സ്ഥലത്ത് അൽ അലക്സ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, മുസ്ലിം മോസ്കാണ്. അതിന്റെ ചരിത്രം ചോദിച്ചു, നിങ്ങൾ എന്തിനാ യഹൂദന്മാരുടെ പള്ളി കയറി ഇങ്ങനെ ആക്രമിച്ച് കീഴടക്കി ഈ സ്ഥലത്ത് അൽ അലക്സ പള്ളി പണിതു? അപ്പൊ അവര് പറഞ്ഞത്, ഇവിടെ അങ്ങനെ ഒന്നുണ്ടായിരുന്നില്ല. മുഹമ്മദ് ഇവിടെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ഇവിടെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് പോവുകയും
അങ്ങനെ അവർക്ക് വേണ്ടി ആരാധിപ്പാൻ പണിതത് എന്നാണ്. പക്ഷെ ചരിത്രം അങ്ങനെയല്ല. ചരിത്രം പറയുന്നത് AD 70 തീത്തോസ് എന്ന് പറയുന്ന തുർക്കികളുടെ രാജാവ് യെരുശലേം ആനയെ രഥത്തിൽ വച്ച് കെട്ടുന്നത് 25 വായിച്ച ഒരു സൈഡ് അവശിഷ്ടം ഉണ്ടായിരുന്നു. ആ അവശിഷ്ടത്തെ അവിടെയുള്ള യെരുശലേം നിവാസികൾ വന്ന് ആരാധിക്കുക പതിവായിരുന്നു, സ്തുതിക്കുക പതിവായിരുന്നു. യാഹ് എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. യാഹ് എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന ആളുകളെ അറുകൊല ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ ചേർത്ത് ശേഷം ജനത്തെ അള്ളയുടെ നാമത്തിൽ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി. പിൽക്കാലത്ത് വന്ന ഖലീഫമാരുടെ കൂട്ടത്തിൽ ഉമ്മർ അവിടെ ഒരു വലിയൊരു മോസ്ക് പണിതു. ആ മോസ്കാണ് ഇന്ന് കാണുന്ന അൽ അലക്സ എന്ന് പറയുന്ന മോസ്ക്. ഞാൻ ചരിത്രം ഒക്കുമെങ്കിൽ ബുധനാഴ്ച നമ്മുടെ ആരാധന സമയത്ത് ഞാൻ പ്രസ്താവിച്ചുകൊള്ളാം. ഞാൻ ഈ ഭാഗം പറയുന്നത് ആലയത്തിനെതിരെ എപ്പോഴും ആക്രമണം ഉണ്ടെന്നുള്ളതാണ്. ഇന്നും ആക്രമണമുണ്ട് അവിടെ. സ്തോത്രം. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആരാധന ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ആരാധന ഇല്ലാത്തടത്ത് ആക്രമണം ഇല്ലെന്നല്ല, ആരാധന ഇല്ലാത്തടത്ത് ആക്രമണമുണ്ട്. അത് അവരെ വിഴുങ്ങിക്കളയും. ഹല്ലേലൂയ. അവരെ നശിപ്പിച്ചു കളയും. ആരാധന ഇല്ലാത്ത ഏത് രാജ്യത്തെയും നശിപ്പിച്ചു കളയും. അത് ശത്രുവിൻ്റെ കയ്യിൽ ദൈവം എടുത്തു കൊടുത്തിരിക്കുകയാണ്. ആരാധന സ്ഥലത്തെയും ആക്രമിക്കും, പക്ഷേ അവിടെ ജയമുണ്ട് എന്നുള്ളതാണ്. വേദപുസ്തകത്തെ ഏറ്റവും വലിയ പ്രവചനമല്ലേ യെരുശലേം ദേവാലയം അതിമനോഹരമായി പണിയപ്പെടും. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ വ്യക്തമായ പ്രവചനങ്ങളാണത്. സ്തോത്രം. പൗലോസ് ലീഗ അത് വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്നു. യെരുശലേം ദേവാലയം പണിയപ്പെടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ആലയം എന്തുകൊണ്ട് ദൈവം ഇടിച്ചു കളയാൻ അനുവദിച്ചു? അതിന് മറുപടിയുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ജനം എപ്പോഴും കോളർ ഉയർത്തി പറയുന്നു, വി ആർ ദ ഫസ്റ്റ് ക്ലാസ് ഓഫ് ദ വേൾഡ്. അഹങ്കാരത്തോട് പറയും, ഞങ്ങളാണ് മറ്റേ സവർണർ, ഞങ്ങളാണ് മറ്റേ സവർണർ. ഈ ലോകത്തിലെ ആളുകൾ വെച്ച് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ്. അവരെ തകർക്കണോ വച്ചേക്കണോ? എവിടെ പോയാലും യഹൂദൻ കോളർ ഉയർത്തി പറയും, ഞങ്ങളാണ് ദൈവത്തിൻ്റെ ആൾക്കാർ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് ബൈബിൾ ഭാഷയിലാണ് ഇസ്രായേൽ. ദൈവത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യയെ പോലുള്ള ഹരിജൻ എന്ന് പറഞ്ഞാൽ എന്തോ? ഹരി മീൻസ് ഗോഡ്, ജനം മീൻസ് ജനത. ഏത് രാജ്യത്തെ ജനത്തെ എടുത്താലും അവർ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്, വി ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ ജനമാണ്. അതല്ലേ ക്രൈസ്തവ ജനത 2000 വർഷം കൊണ്ട് പറയുന്നത്. ഇസ്രായേൽ അങ്ങനെ അവകാശപ്പെടുമ്പോൾ, ഇന്ത്യയിൽ ഒരു കൂട്ടം പേര് അവകാശപ്പെടുമ്പോൾ, ചൈനയിൽ മറ്റൊരു കൂട്ടം അവകാശപ്പെടുമ്പോൾ, ബാബിലോണിൽ വേറൊരു കൂട്ടം അവകാശപ്പെടുമ്പോൾ, ഈജിപ്തിൽ വേറൊരു കൂട്ടം അവകാശപ്പെടുമ്പോൾ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ ജനത സ്വർഗത്തിലേക്ക് നോക്കി വി ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നില്ലേ? നാം ദൈവത്തിന്റെ ജനത എന്ന് പറയുന്നില്ലേ? അപ്പോ ദൈവത്തിന്റെ ജനത എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ വിളച്ചിൽ കാണിച്ചുകൊണ്ടാണ് ആരാധന ആലയം നഷ്ടപ്പെട്ടത്. സ്തോത്രം. 2, മറ്റുള്ളവരുടെ കൾച്ചർ ഒന്നും കൾച്ചറല്ല, ഞങ്ങളുടെ കൾച്ചർ മാത്രം നല്ല കൾച്ചർ എന്ന് യഹൂദന്മാർ പറഞ്ഞിരുന്നു. യഹോവയായ ദൈവം മറ്റാരുടെയും ദൈവമല്ല, ഞങ്ങളുടെ ദൈവമാണെന്ന് കോളർ ഉയർത്തി പറഞ്ഞിരുന്നു. യാഹ്വേ ഈസ് അവർ ട്രൈബൽ ഗാഡ്. ഇത് നിനക്കുള്ളതല്ലടാ എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരുപാട് കാരണങ്ങളുണ്ട്. 2, ഏതെങ്കിലും ഒരു ദേശത്തു ഒരു യഹൂദ കുടുംബം ചെന്നാൽ തെണ്ടിയായിട്ട് ചെല്ലും. ഭിക്ഷക്കാരനെ പോലെ അവിടെ കയറി ചെല്ലും. അവിടെ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ ജോലി ചെയ്തും കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും പൈസ ഉണ്ടാക്കും. ആ പൈസ അവർ പലിശക്ക് കൊടുക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പലിശക്ക് കൊടുത്ത് പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ യഹൂദന്മാരാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നു, പണം കൊടുത്താൽ നീ പലിശ എന്ത് ചെയ്യരുത്, വാങ്ങിക്കരുത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾക്കെതിരെ അവർ നീങ്ങി. 2, പണം കിട്ടി പ്രതാപം ഉണ്ടാകുമ്പോൾ ആ ദേശക്കാരെ അവർ പീഡിപ്പിക്കുമായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേദനയുണ്ട്. പക്ഷെ ഹിറ്റ്ലർക്കും ജർമ്മനിക്കും ഒരു വേദനയില്ല. മനസ്സിലായോ? ഹിറ്റ്ലർ ക്രിസ്ത്യാനിയായിരുന്നു. അതിനകത്ത് ഒടുവിൽ അദ്ദേഹത്തെ ചൊടിപ്പിച്ച ഒരു കാര്യം,
ഒരു ക്രിസ്ത്യ കുട്ടിയെ കൊന്ന് അവിടെ സിന്നഗോദോസിൽ ബ്ലഡ് ഒഴിച്ചു. സഹോദരൻ, ചരിത്രം വായിക്കണം. ജർമ്മനിയുടെ സിംഹഭാഗം ധനവും യഹൂദന്മാരുടെ കൈക്കലായി. രാഷ്ട്രീയമായി അവർ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. ഒരല്പനാൾ കഴിഞ്ഞാൽ ജർമ്മനി ജൂതരാജ്യമായി മാറും. ഇതൊന്നും ആരും പറയാറില്ല. മറ്റേ ചേപ്പറിൽ കയറ്റി ഉരുക്കിയത് മാത്രമേ പറയുള്ളൂ. സ്വതന്ത്രം എന്തായിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവജനം ദൈവത്തിന്റെ വഴികളെ വിട്ടുപോയാൽ, ദൈവത്തിന്റെ നിയമങ്ങളെ വിട്ടുപോയാൽ ആലയം നശിപ്പിക്കപ്പെടും. ആലയം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ആലയം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സംരക്ഷണം പോയി എന്നുള്ളതാണ്. ബലം പോയി, ഉൾക്കരുത്ത് പോയി. ഇത് തന്നെയാണ് വി ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇതിനകത്ത് ആരാധന നഷ്ടപ്പെട്ടാൽ, ദൈവിക നിയമങ്ങളിൽ നിന്ന് ഒരുവൻ പുറത്തു പോകുമ്പോൾ ആരാധന നഷ്ടപ്പെടും. ആരാധന നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ആരാധന ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരാധനയുടെ തീവ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അതിൻ്റെ ആ നെഞ്ചിടിപ്പ് കുറവാണെങ്കിൽ, നിങ്ങൾക്കറിയാമോ, കൊറോണ വന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ ഡോക്ടർമാരും പരിശോധിക്കുന്നത് ഓക്സിജൻ ലെവലാണ്. അതിന് പൾസ് ഓക്സിമീറ്റർ അല്ലേ, അതൊക്കെ വായിച്ചു വെച്ചിട്ടുണ്ട് ആളുകൾ. സ്വതന്ത്രം 90-ന് കീഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിശോധിക്കും. പക്ഷെ ആരാധന പൾസ് നഷ്ടപ്പെടുത്തി ജീവിച്ചിട്ട് ഏറെ കാലങ്ങളായി. അതിനൊരു ഓക്സിമീറ്റർ വാങ്ങിച്ചു വെക്കുന്നില്ല. സ്വതന്ത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, യു ബൈ എ സ്പിരിച്വൽ പൾസ് ഓക്സിമീറ്റർ. ഒരു ആത്മീക പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചു വെക്കണം. ഇപ്പോ എൻ്റെ ആരാധനയിൽ സ്പീഡ് വർദ്ധിച്ചോ, സ്പീഡ് കുറഞ്ഞോ, അതോ സ്പീഡ് സ്ട്രക്കായോ, അതോ നോർമലി പോവുകയാണോ? നീ നോർമലി പോകുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, ആരായാലും ജീസസ്. പക്ഷെ നോർമാലിറ്റി നഷ്ടപ്പെട്ടാൽ ഇത് നേരെ കൊറോണ ബാധിച്ച് മറ്റേ 3 ബാഗ് കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും സാത്താൻ കെട്ടിപ്പൊതിഞ്ഞ് അവൻ്റെ രാജ്യത്തിൻ്റെ പന്താടും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൻ്റെ ചൂടിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ആരാധനാ സ്ഥലം. ഞാൻ പറയുന്നത്, ലേവിയരെ സംബന്ധിച്ചിടത്തോളം ദൈവം തിരഞ്ഞെടുത്ത ആരാധനാ സ്ഥലം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാവും. അവർ മനസ്സോടെ വരും. അവിടെ വന്ന് കൈയടിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമല്ല, അവിടുത്തെ ആലയ ശുശ്രൂഷ അവർ നിർവഹിക്കും. അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്, ആലയത്തിനകത്ത് വന്നാൽ നിങ്ങൾ പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിക്കണം, അവരെ സഹായിക്കണം എന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് വരുന്നതിന് മുമ്പ് ഒന്ന് അവരെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, അവർ ഭയങ്കര എരിവുകാരായിരുന്നു. സ്വതന്ത്രം, they are the select people in order to come the place which is chosen by God. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് വരാൻ അവർ ഭയങ്കര എരിവുള്ളവരായിരുന്നു. ചിലർ ചോദിക്കാറുണ്ട്, എന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, എന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല, എന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ദൈവത്തിന് മുഖോഷോട്ടോ ഇല്ല. ഇത്രേ ഉള്ളൂ. 12 മക്കളിൽ ഒരുത്തനും ഭയങ്കര എരിവ്. ദൈവം എന്ന് കേൾക്കുമ്പോൾ എരിവ്. ഏതുപോലെ കയ്യന് ദൈവം എന്ന് കേൾക്കുമ്പോഴത്തേക്കും അവന് കൃഷിയിടത്ത് പോകണം, അവന് വേലയ്ക്ക് പോകണം. പക്ഷെ ഹാബേലിന് ദൈവം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്ന് ആട്ടിൻകുട്ടിയെ വെട്ടി യാഗം അർപ്പിക്കണം. ഹാബേലിൻ്റെ ഉള്ളിൽ ഭയങ്കര എരിവ്, കയ്യിൻ്റെ ഉള്ളിൽ സമ്പത്തിന് വേണ്ടിയുള്ള എരിവ്, ഹാബേലിൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള എരിവ്. ഇതുപോലെ 12 മക്കളിൽ 11 വേറെ സ്വഭാവം. ലേവിക്ക് മാത്രം എരിവ്. അതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ നോക്കിയപ്പം യവനെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം എന്നങ്ങ് തീരുമാനിച്ചു. ഇത്രയേ ഉള്ളൂ. 2 ഭാഗമുണ്ട്. ആ 25 മുതൽ തന്നെ തുടങ്ങുന്നത്. ആ 25 വായിച്ചാൽ ഒത്തിരി സമയം നമുക്ക് പോകും. 26-ാം വാക്യത്തിൽ, മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാലേ ലേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. കണ്ടോ? 28-ാം വാക്യം, ലേവിയർ മോശ പറഞ്ഞതുപോലെ അന്ന് ഏകദേശം 3000 പേരെ വീഴ്ത്തി. കണ്ടോ? സ്വതന്ത്രം. ഇതാണ് ഈ ലേവിയർക്കുള്ള ഒരു പ്രത്യേകത. എന്തുകൊണ്ട് പിൽക്കാലത്ത് ആലയപ്പണി നടത്തിയപ്പോൾ സ്വതന്ത്രം
മോശയുടെ കാലം കഴിഞ്ഞു, യോശുവയുടെ കാലം കഴിഞ്ഞു, ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞു, രാജാക്കന്മാരുടെ കാലം. അത് മൂന്നാമത്തെ രാജാവിൻ്റെ കാലത്താണ് ദേവാലയം പണിയുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഈ 12 മക്കളുടെ തലമുറകളിൽ രൂബേനെ നീ വരണ്ട, യഹൂദേ നീ വരണ്ട, ദാനേ നീ വരണ്ട, എനിക്ക് ശുശ്രൂഷ ചെയ്യാം, ലേവ്യ വരട്ടെ. എന്തുകൊണ്ട് പറഞ്ഞെന്നറിയാമോ? പണ്ട് ലേവ്യർ ചെയ്ത കാര്യത്തെ ദൈവം ഓർത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിൽ വിശ്രമിച്ച് 1000 തലമുറകൾക്ക് ശേഷമാണ് കർത്താവ് വരുന്നെങ്കിൽ ദൈവത്തിന് 999 തലമുറയിൽ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ ഓർക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. നീ ചെയ്തത് ഓർക്കും എന്നുള്ളതാണ്. നീ തീവ്രമായി ദൈവസന്നിധിയിൽ എരിഞ്ഞത് അവൻ ഓർക്കും എന്നുള്ളതാണ്. ആ ഭാഗം വായിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവയുടെ പക്ഷത്താരുണ്ട് എന്ന് കേട്ടപ്പോ ലേവ്യർ മുഴുവൻ കാളയുടെ മുമ്പിൽ കുമ്പിടാതെ, മനസ്സിലായോ? കാളയുടെ മുമ്പിൽ കുമ്പിടാതെ അവനെ വേർതിരിച്ചു. അവരെല്ലാവരും കൂടെ ദൈവത്തിന്റെ പക്ഷത്ത് വന്നു. അപ്പം ഒരുവനെ ദൈവം തെരഞ്ഞെടുക്കണമെങ്കിൽ അവന്റെ പക്ഷം മാറ്റണം. സഹോദരം, ഇപ്പൊ ഏത് പക്ഷത്താണെന്ന് നോക്കണം. ശത്രുവിന്റെ പക്ഷത്താണോ, ദൈവത്തിന്റെ പക്ഷത്താണോ, പാപത്തിന്റെ പക്ഷത്താണോ, വിശുദ്ധിയുടെ പക്ഷത്താണോ, നീതിയുടെ പക്ഷത്താണോ, അനീതിയുടെ പക്ഷത്താണോ, തിന്മയുടെ പക്ഷത്താണോ, നന്മയുടെ പക്ഷത്താണോ? ഇപ്പൊ ആരുടെ കൂടെയാണ്? അതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ എല്ലാവരും കാളബിംബത്തിന് മുമ്പിൽ കുമ്പിടുമ്പോ ലേവ്യർ മോശയുടെ ശബ്ദത്തിൽ ദൈവത്തിന്റെ പക്ഷം ചേരുന്നു. 2, അവർ മോശയോടുകൂടെ ചേരുന്നു. ഇസ്രായേലിയ പാളയത്തിനകത്ത് ഭയങ്കര കലഹം നടക്കുകയാണ്, വലിയ പ്രശ്നം നടക്കുകയാണ്. മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ നിയമങ്ങൾക്കെതിരെ അവിടെ കലാപം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കലശലായ ആളുകളുടെ കൂട്ടത്തിൽ അവരെ വിട്ടിട്ട് ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ കാൽ ചുവട് നോക്കി മോശ എന്ത് പറയുന്നു അത് കേൾക്കാൻ ചെയ്യാൻ വന്ന ഒരു സമൂഹമാണ് ലേവ്യർ. ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെടുന്നവരവരാണ്. അവരുടെ പക്ഷം, ഇവരുടെ പക്ഷം, അങ്ങനെ പക്ഷം, ഇങ്ങനെ പക്ഷം, ഈ ഒരു പക്ഷമല്ല, എല്ലാ പക്ഷവും കക്ഷവും മാറ്റി സ്വതന്ത്രം വാസ്തവത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ പക്ഷക്കാരായി ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷകന് എന്ത് പറയുന്ന അത് ചെയ്യാൻ ഒരുവൻ വന്ന് നോക്കൂ. ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും, ആ മനുഷ്യൻ സുരക്ഷിതനായിരിക്കും, ആ കുടുംബം സൂക്ഷിക്കപ്പെടും, ആ കുടുംബം വളർച്ച പ്രാപിക്കും, ആ കുടുംബം ഉയർച്ച പ്രാപിക്കും. മോശയ്ക്കെതിരെ പറഞ്ഞ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്മാർക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ കുടുംബവും നശിച്ചു പോയിട്ടുണ്ട്. ഇക്കാര്യം ഞാനൊരു മുന്നറിയിപ്പുകൾ എപ്പോഴും നല്ലതാണ്. അപകടം വരുന്നതിന് മുമ്പെയാണ് മുന്നറിയിപ്പ് വരുന്നത്. ദൈവമക്കൾ ഇത് മറ്റുള്ളവരെയും പറഞ്ഞ് ധരിപ്പിക്കണം. സ്തോത്രം. അങ്ങനെ ആരുടെയും പക്ഷം ചേരാതെ ദൈവപക്ഷം ചേർന്ന് മോശയുടെ വാക്കിൻ പ്രകാരം നീങ്ങിയവരാണ് ലേവ്യർ. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പണ്ട് കൊടുത്തൊരു നിയമം അങ്ങ് മാറ്റി ദൈവം. ദൈവം നിയമം മാറ്റൂ. സ്തോത്രം. ദൈവം ആദ്യം പറഞ്ഞിരുന്നു, ഇസ്രായേലേ, കടിഞ്ഞൂലായി പിറക്കുന്നതെല്ലാം എനിക്കായിരിക്കട്ടെ, എൻ്റെ വേലയ്ക്ക് ആയിരിക്കട്ടെ. കാരണം ഇസ്രായേലിൽ ഒരു വലിയ കടിഞ്ഞൂൽ സംഹാരം വരാമായിരുന്നു. ഈജിപ്തിലെ സകല കുടുംബങ്ങളുടെയും കടിഞ്ഞൂലുകൾ ആദ്യജാതന്മാർ മരിച്ചുപോയി. പകരം ദൈവം പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കടിഞ്ഞൂലുകളെയും ഞാൻ സൂക്ഷിച്ചുകൊണ്ട് ഇനിമേൽ ജനിക്കുന്ന എല്ലാ കടിഞ്ഞൂലുകളും എനിക്കായിരിക്കട്ടെ, ആദ്യം ജനിക്കുന്നത്. സ്വതന്ത്രം. പക്ഷേ ആദ്യജാതൻ എരിവില്ലാതെ പോയി, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് വരാൻ മനസ്സില്ലാതെ പോയി. പിൽക്കാലത്ത് സ്വതന്ത്രം ദൈവത്തിൻ്റെ പക്ഷത്ത് വരാൻ മനസ്സില്ലാതെ ആയിത്തീർന്നു. ശുശ്രൂഷാഗണത്തെ ചോദ്യം ചെയ്തു. അപ്പൊ ആ കടിഞ്ഞൂലിന് എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് 4ാമത്തെ കുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തു. നോക്കിയപ്പോൾ ഇത് ദൈവപ്രിയമുള്ളതായി കണ്ടു. ഇത്രയേ ഉള്ളൂ. അല്ല, ദൈവത്തിന് ഒരു മുഖപക്ഷവും ഇല്ല എന്ന കാര്യം നാം വളരെ കാര്യമായി ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അത്
സംഖ്യാപുസ്തകം 3:11-12 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ദീർഘമായി എൻ്റെ സമയം നീട്ടാതെ കാര്യ ഗൗരവത്തിലേക്ക് വരട്ടെ. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ലീവേഴ്സ്? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ലേവ്യർ ഇന്നുണ്ടോ അതോ ആളുകളും ശുശ്രൂഷയും ഇന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ലേവ്യരുടെ ഡ്യൂട്ടികൾ, കർത്തവ്യങ്ങൾ എന്താകുന്നു? വാസ്തവത്തിൽ ആളുകളുമുണ്ട്, കർത്തവ്യങ്ങളുമുണ്ട് ദൈവസഭയ്ക്കകത്ത്, സെയിം പാറ്റേൺ. പക്ഷേ ആ പൊസിഷൻ മാത്രം എടുത്തു കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം, ലേവ്യരുടെ ശുശ്രൂഷ നിങ്ങൾ പഠിക്കുമ്പോൾ അവർ നിർവഹിച്ചിരുന്നത് ആലയത്തിലെ സംഗീത ശുശ്രൂഷയാണ്. സംഗീത സംഘമായിരുന്നു ലേവ്യർ എന്ന് പറയുന്നത്. വാസ്തവത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിൽ സംഗീത ശുശ്രൂഷകർ ഇല്ലാത്ത ഒരു ആരാധന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മീനിങ്ലെസ്. ദൈവത്തെ എവിടെ ആരാധിക്കുന്നോ അവിടെ സംഗീത സംഘം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വർഗത്തിലും അങ്ങനെയാണ്. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ അവിടെ ഒരു സംഗീത സംഘം ഉണ്ടായിരുന്നു. അവരെയാണ് ഓ ദ സൺ ഓഫ് ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്രൻ എന്ന കെരൂബിനെ കുറിച്ച് പറയുന്നു. അവൻ ചിറക് വിടർത്തുമ്പോൾ സകലവിധ വാദ്യഘോഷങ്ങളും അവനിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അവൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. സഹോദരങ്ങൾ ഓർക്കണം, സംഗീത ശുശ്രൂഷ ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്കുള്ള ഒരു വരദാനമാണ്. ഭൂമിയിലുള്ള സകല സംഗീതജ്ഞരും ഇത് സെക്കുലറായി പാടുന്നവരായാലും സെക്കുലറായി പിന്നെ മ്യൂസിക് വായിക്കുന്നവരായാലും ആ ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് വേണ്ടി പാടാനല്ല, സാത്താന് വേണ്ടി പാടാനല്ല, പിശാചവന്റെ രാജ്യത്തെ മഹത്വപ്പെടുത്തുവാൻ, സംഗീതങ്ങൾ മീട്ടുവാനല്ല. അവനത് കൊതിക്കുന്നു. കാരണം അവൻ സംഗീതജ്ഞനാണ്. ദൈവത്തിന് കൊടുക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കൽപ്പന പ്രകാരം ലേവി ഗോത്രം സംഗീത സംഘമായി ദൈവം വേർതിരിച്ചു. ഇതൊരു ഭയങ്കര അനുഗ്രഹമാണ്. കാരണം ഞാൻ എത്ര പാടിയിട്ടും പാടി മുടിക്കുന്നതല്ലാതെ ഇന്ന് വരെ ആരും എൻ്റെ പാട്ടിൽ സന്തോഷിച്ചതായി ഞാൻ കാണുന്നില്ല. എൻ്റെ മക്കൾ പോലും ഞാൻ പാടുമ്പോൾ യുവമാർ മാറിയിരുന്നതാണ്. അവർ പറയുന്നത് അവന്മാർ പാടുമ്പോൾ ഞാൻ കൂടെ പാടുന്നതാണ്. സഹോദരൻ, ഞാൻ പറയുന്നത് എന്തെന്നറിയപ്പോൾ സഹോദരങ്ങളെ, അവർക്കെന്തോ ദൈവം ഒരു പ്രത്യേക ചിപ്പ് വെച്ച് ഘടിപ്പിച്ചു സ്വരത്തിന്. ഹല്ലേലൂയ. ആ സ്വരം ദൈവത്തിൻ്റെ ദാനമാണ്. ആ സ്വരം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ നിങ്ങളെക്കാൾ സ്വരമാധുര്യമയുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ നിങ്ങൾ ആ കുഞ്ഞിനെ മാനിക്കണം. മാനിക്കേണ്ട പോലെ മാനിക്കണം. ആ കുഞ്ഞിന് വല്ലപ്പോഴും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആരാധന സംഘത്തിന് വേണ്ടി ഒരാളായി ദൈവം ചലിപ്പിച്ചിരിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ പലരും അവരെ വഴിക്ക് പോയിട്ടുണ്ട്. വിളിക്കപ്പെട്ടവർ പലരും അവരെ വഴിക്ക് പോയിട്ടുണ്ട്. പോകുന്നവർ പോകണ്ടേ? നാശത്തിലേക്ക് പോകുന്ന വഴി വളരെ വിശാലമുള്ള വഴി എന്ന് എഴുതിയിരിക്കുന്നു. അവർ വിശാലതയോടെ സഞ്ചരിച്ച് നിത്യനാശത്തിലേക്ക് പോകും. മിനോറിറ്റിയെങ്കിലും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരാറുണ്ട്. ഞാൻ അവരെ ഓർത്ത് സ്തുതിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സംഗീതത്തിൽ അഭിരുചിയുള്ള ഏതെങ്കിലും ഒരു തലമുറ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളത് നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ദൈവത്തിന് അത് സുഗ്രാഹ്യമാകുന്നു എന്ന് എൻ്റെ ആത്മാവിൽ നിങ്ങളോട് ഹൃദയംഗമായി സംസാരിക്കുന്നു. ലേവിയുടെ രണ്ടാമത്തെ ചുമതല അവർ ചുമക്കുന്നവരാണ്. എന്ത് ചുമക്കുന്നതെന്ന് അറിയാമോ? സമാഗമന കൂടാരത്തിൻ്റെ സാധനങ്ങളെ, കുറ്റിയും അതിൻ്റെ തൂണും മറ്റ് സകല ഉപകരണങ്ങളെയും അവർ ചുമലിൽ ചുമക്കുന്നവരാണ്. അവർ പെട്ടകം ചുമക്കുന്നവരാണ്. ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്കല്ലാതെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ഹല്ലേലൂയ. വളരെ കാര്യമായിട്ട് ഓർക്കണം, അവർ ചുമക്കുന്നവരാണ്.
അവർ അഴുക്ക് ചുമക്കുന്നവരല്ല. 2, അവർ അന്യന്റെ ഒന്നും ചുമക്കുന്നവരല്ല, അവർ ദൈവത്തിൻ്റെ ചുമക്കുന്നവരാണ്. ഹല്ലേലൂയ. നിന്നെ ദൈവം വിളിച്ചിരിക്കുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ അഴുക്ക് ചുമക്കുന്നവളായിരിക്കരുത്, നീ അഴുക്ക് ചുമക്കുന്നവനായിരിക്കരുത്. സ്തോത്രം. നീ കർത്താവിനെ ചുമക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. 3500 വർഷം പഴക്കമുള്ള ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ചുമക്കുന്ന, വിശ്വസിക്കുന്ന, അവണ്ണം ചെയ്യാൻ ബാധ്യത ഉള്ള ഒരു വ്യക്തിയാകുന്നു എന്ന് ഞാൻ ഉറക്കെ നിന്നോട് പറയട്ടെ. നീ ഇപ്പോൾ ആരെ ചുമക്കുന്നു? അമ്മാവിയെ ചുമക്കുകയാണോ? അമ്മാവനെ ചുമക്കുകയാണോ? കൂട്ടുകാരനെ ചുമക്കുകയാണോ? കൂട്ടുകാരിയെ ചുമക്കുകയാണോ? ഏതെങ്കിലും അഴുക്ക് ചുമക്കുകയാണോ? ഇന്ന് എല്ലാ അഴുക്കും ഇവിടെ വെച്ച് നിർത്തണം. ഞാൻ ഇന്ന് മുതൽ എൻ്റെ കർത്താവിനെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ ഏത് ചുമട്ട് തൊഴിലാളിക്കും പ്രതിഫലം കിട്ടുമെങ്കിൽ ഒരിക്കലും അളന്നു കുറിക്കാൻ പറ്റാത്ത നന്മയും അനുഗ്രഹങ്ങളും സമ്പത്തും ഈ ഭൂമിയിലും വരുവാനുള്ള ഭൂമിയിലും മുഴുവൻ തിരുമ്പും കിടക്കി കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത നിത്യ സ്വർഗത്തിൽ ഉൾപ്പെടെ നിനക്ക് വേണ്ടി ഇതിന്റെ പ്രതിഫലം തരാൻ അവൻ ശക്തനായ ദൈവമാണ്. ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുന്നെന്ന് പറ. ഞാൻ ഇനിമേൽ എൻ്റെ കർത്താവിനെ ചുമക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നെ കേൾക്കുന്ന അനേക പ്രിയമുള്ളവർ, എനിക്ക് നന്നായിട്ട് അറിയാം, ദൈവത്തിൻ്റെ നിയമപ്പെട്ട അവൻ പുരോഹിതന്മാർ ചുമന്ന പോലെ കർത്താവിനെ ചുമന്നുകൊണ്ട് ഏറെ നാളുകളായി നടക്കുന്ന പ്രിയമുള്ളവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചുമട് ചുമക്കുന്നതിന് നിനക്കൊരു പ്രതിഫലമുണ്ട്, നിന്റെ തലമുറകൾക്കൊരു പ്രതിഫലമുണ്ട് എന്ന് ഞാൻ ഉറക്കെ നിന്നോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. 3, ഈ ലേവി ഗോത്രത്തിൽ നിന്നാണ് ആലയത്തിൽ അനേകം വാതിലുകളുണ്ട്. ആ വാതിൽ കാവൽക്കാരനായി നിയമിക്കുന്നത് പ്രകാരം വാസ്തവത്തിൽ ലേവ്യരെ മാത്രമേ നിയമിക്കുകയുള്ളൂ. സ്തോത്രം. കണ്ടോ, ആലയത്തിനകത്ത് അകത്ത് ആരെ കയറ്റി വിടണം, ആരെ പുറത്തു വിടണം ഇത്യാദിയായ ഒരു വലിയ ജോലിക്ക് ഏതെങ്കിലും ശത്രുക്കൾ ആലയം നശിപ്പിക്കാൻ കയറിയിട്ടുണ്ടോ, ആളുകളെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ വിഭാഗമായിരുന്നു ലീവൈറ്റ്സ് എന്ന് പറയുന്നത്, ലേവ്യർ എന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സഭയിലുള്ള പങ്കാളിത്തം മനസ്സിലായ സംഗീത സ്തോത്ര ആരാധന ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കർത്താവിനെ ചുമക്കാതിരിക്കാൻ പറ്റുമോ? ആലയത്തിലെ വാതിൽ കാവൽക്കാരിയല്ലേ നീ? ആലയത്തിലെ വാതിൽ കാവൽക്കാരനല്ലേ നീ? പണ്ട് എത്രയോ ആഴ്ചപ്പെട്ട ഞാൻ വാതിൽ കാവൽക്കാരനെ കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് തുടങ്ങിയാൽ ഇത് നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞൊരു വാക്യം പറയാം, കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നീ ഒരു കാവൽക്കാരിയാണ്, നീ ഒരു കാവൽക്കാരനാണ്. ജനത്തിൻ്റെ സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ്, ആരാധനയുടെ പാഠവ്യം നിന്റെ കയ്യിലാണ്. ദൈവം നിന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. ആലയത്തിനകത്ത് വരുന്ന എല്ലാവരും ലേവ്യരാണ്, ആലയത്തിന് പുറത്ത് നിൽക്കുന്നവരാണ് ജനം. സ്തോത്രം. പറഞ്ഞ് മനസ്സിലായെന്തോ? ഹല്ലേലൂയ. നിങ്ങൾ ദേവാലയം നോക്കിയാൽ അറിയാം, ദേവാലയത്തിനകത്ത് പുരോഹിതന്മാർക്കും ലേവ്യർക്കും അല്ലാതെ വേറെ ആർക്കും വന്നൂടാ. വേറെ ആരും വന്നാലും അവരെ പുറത്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് വരുന്ന സകല ദൈവമക്കളും ആലയത്തിൽ ഓരോരോ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. കൂറിന്റെ ക്രമപ്രകാരം സൺഡേ സ്കൂള് ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ചതാണെന്ന് ചിന്തിക്കരുത്. WMCയുടെ ചുമതലക്കാരെ ഏൽപ്പിച്ചാണ് ചിന്തിക്കരുത്. സിയുടെ ചുമതലക്കാരെ ഏൽപ്പിച്ചതാണ് ചിന്തിക്കരുത്. പാസ്റ്ററാണ് എന്നെ CAക്ക് ഇന്നറാക്കിയത്, പാസ്റ്ററാണ് എന്നെ ഹെഡ് മിസ്ട്രസ് ആക്കിയത്, പാസ്റ്ററാണ് എന്നെ സെൽ ഗ്രൂപ്പ് ലീഡർ ആക്കിയെന്ന് പറയരുത്. ആലയത്തിനകത്ത് വരുന്ന സകല പ്രിയപ്പെട്ടവരും ഒരു താലന്തെങ്കിലും ഇല്ലാത്ത ആരുമില്ല, എല്ലാവരും വേലക്കാരാണ്. അതാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്, ഇവിടെ വേറെ ആരുമില്ലല്ലോ, ഇവിടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഉള്ളൂ. അവർ ലേവി ഗോത്രത്തിൽ നിന്നല്ലേ പ്രത്യേകിച്ച് പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ ജോലി, ഹൈ റാങ്കിൽപ്പെട്ട ഭയങ്കര റാങ്ക് ഹോൾഡറായ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അത് പുറത്തുനിന്ന് ആരെയും എടുക്കില്ല, ലീവൈറ്റ്സിന് മാത്രമേ എടുക്കുള്ളൂ. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല, അത് നമ്മുടെ സ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻസ് നമ്മൾ ഓർക്കണം. 5, യാഗം അർപ്പിക്കുമ്പോൾ പുരോഹിതന്മാരുടെ മുന്നിൽ അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കണം. സ്വയം പുരോഹിതനാവുകയല്ല, പിന്നെയോ
പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ, ജനത്തിൻ്റെ ഭാരവും ദുരിതങ്ങളും ഒരു ശുശ്രൂഷകൻ പകച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കൈയൊന്ന് സഹായിപ്പാൻ മോശയുടെ കരങ്ങളെ ചില സഹോദരന്മാർ ഉയർത്തിപ്പിടിച്ചിരുന്നത് പോലെ ശുശ്രൂഷയ്ക്ക് മുന്നിൽ നിൽക്കുന്നവരെ സഹായിക്കാൻ ലേവ്യരെ ദൈവം തെരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു സഭ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഒരു ശുശ്രൂഷകന്റെ കരം താഴെ പോകുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ആവശ്യമാണെന്ന് മറ്റൊരാളെ ആവശ്യപ്പെടുന്നു, തൽസ്ഥാനത്ത് കയറി വന്ന് സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ മാത്രമേ ദൈവ സഭ അനുഗ്രഹിക്കുകയുള്ളൂ. വളരെ കാര്യമായിട്ട് ഓർക്കണം. പിന്നെ ലേവ്യർ ചെയ്യുന്നത് അവിടുത്തെ സമ്പത്ത് കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തിരുന്നു. വരുന്നവരിൽ നിന്ന് കാണിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ അവർ സ്വരൂപിച്ച് ധനപരമായ കാര്യങ്ങൾ അവർ ഇടപെട്ടിരുന്നു. സഭയിലെ ഒരു കൂട്ടം പേര് അങ്ങനെയും വേണം. വിശ്വസ്തരും സത്യവാന്മാരും സഭയിൽ ധനം ഉണ്ടാകണമെന്ന് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നല്ല മുൻകൈ എടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവം നമ്മുടെ സഭയിൽ നിലനിർത്തണം. മുമ്പ് ചിലരുണ്ടായിരുന്നു, സാത്താൻ അവരെ പറിച്ചു മാറ്റി. ഇന്ന് ചിലരുണ്ട്, ശത്രു തൊടാതിരിക്കാൻ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു വലിയ കൂട്ടം കയറി വരണം, നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. 6, ലേവ്യരാണ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടവർ. ഹല്ലേലൂയ. പുറത്തുനിന്ന് ഒരുത്തനെ ദേവാലയത്തിനകത്ത് കയറി അശുദ്ധമാക്കാൻ അനുവാദമില്ല. സ്തോത്രം. ആലയത്തിന്റെ ചെറിയ പണി മുതൽ വലിയ പണി വരെ, ഒരു പായിടുന്ന പണി മുതൽ മേശവിരിപ്പ് വരെ, കഴുകിയെടുക്കുന്നത് വരെ ദൈവിക ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. അത് നാം ഓർത്തുകൊള്ളണം. 7ാമത്തെ കാര്യം, അവരിൽ നിന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജഡ്ജസിനെ നിയമിച്ചിരുന്നു. ലീവേഴ്സിൽ നിന്നാണ് ദേവാലയത്തിനകത്തുള്ള ശരിക്കുള്ള ജഡ്ജസും ടീച്ചേഴ്സും വരുന്നത്. ദൈവത്തിന്റെ ആലയത്തിനകത്ത് വചനം പഠിപ്പിക്കാൻ ആള് വേണ്ടേ? കാര്യങ്ങൾ, പ്രശ്ന പരിഹാരങ്ങൾക്ക് ആള് വേണ്ടേ? ആർത്തിയോടെ നാം പ്രാർത്ഥിക്കുകയും അതിനായി ഒരുങ്ങപ്പെടുകയും ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. 8ാമത്തെ സംഗതി എന്ന് പറയുന്നത്, ആലയത്തിന് ചുറ്റും പെരുന്നാളുകൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ധാരാളം ജനാവലി വന്നുകൂടും. അവർക്ക് ആവശ്യമാർന്ന എല്ലാ സഹായങ്ങളും എത്തിക്കുന്നത് ലീവേഴ്സാണ്. അവർക്ക് വേണ്ടി ടെന്റുകൾ ഉണ്ടാക്കി കൊടുക്കും. അതിഥികൾക്ക് ആശ്വാസമായി ലേവ്യർ പ്രവർത്തിച്ചിരുന്നു. ദൈവദിനമകത്ത് വരുവാൻ അവർക്ക് ആശ്വാസകരമായി എന്തെല്ലാം ജനതയ്ക്ക് നമ്മൾ ചെയ്യണമോ, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ച 2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഉപസംഹരിക്കും. ഈ പുരോഹിതന്മാരുടെയും ഈ ലേവ്യരുടെയും പ്രധാന പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിച്ചു. ഞാൻ തിരുവചനം നോക്കിയപ്പോൾ അവരുടെ ജോലികൾ ഏറ്റവും പരമപ്രധാനം, അവർ ഏറ്റവും മുഖ്യം എന്ന് പറയാൻ കാരണം, they usher the presence of God among the people. Hallelujah. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മേൽ ഇറങ്ങി വരാൻ സാധിക്കത്തക്ക നിലയിൽ, സാധ്യമായ നിലയിൽ അവർ പ്രവർത്തിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവം അവരെ നിയമിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എന്റെ സാന്നിധ്യം ജനത്തിന്റെ മേൽ വരുത്തേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. അത് മഹാപുരോഹിതൻ മാത്രമല്ല, പൗരോഹിത്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന 24 പേരടങ്ങിയ കൂറല്ല, അവര് മാത്രമല്ല, ലേവ്യരെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമായ ദൈവത്തിന്റെ ആലയത്തിനകത്ത് വരുന്ന സകല ദൈവമക്കളും കോർപ്പറേറ്റ് ആയിട്ട്, വാതിൽ കാവൽക്കാരനായാലും വലിയ ഹൈ റാങ്കിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡായാലും, യാഗമർപ്പിക്കുന്നവർക്ക് വേണ്ടി സഹായിക്കാൻ പുരോഹിതന്മാരുടെ മുന്നിൽ നിൽക്കുന്നവരായാലും, പിന്നെ പെട്ടകം ചുമക്കുന്നവരായാലും, സ്തോത്ര ശുശ്രൂഷ സംഗീത സംഘം ആയാലും, ഏത് പണി ചെയ്യുന്നവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ് to usher the presence of God. Hallelujah. നമ്മുടെ ചർച്ചിനകത്തെ ഇത്രയും ഉണ്ടായാലേ ഭൂതങ്ങൾ വിട്ടു. ഈ ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സേ, ഇവിടെയല്ല ഈ ശബ്ദം പോകുന്ന കർത്താവേ, അവിടെയൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങണമെന്ന് പറഞ്ഞ്
പരസ്പരം ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തോണ്ടിരുന്നുണ്ടല്ലോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിടുവിക്കപ്പെടും. ദൈവം ഇറങ്ങി വന്ന് കണ്ണുനീർ തുള്ളികൾ തുടയ്ക്കും. അമാനുഷ്യമായ ദൈവശക്തിയാൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. ലോകം മുഴുവൻ ദാരിദ്ര്യത്തിന്റെ മുൾമുനയിൽ നിന്നാലും നിനക്ക് ഒരു ക്ഷമം വരികയില്ല. നിന്റെ ദൈവം ക്ഷേമത്തോടെ നടത്തും. അത് വിടുതലിന്റെ ഒരു ഭാഗമാണ്. ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇടത്തും വലത്തും വീണാലും നീ കൊറോണ കൊണ്ട് വീണില്ല. ചിലവർ ആയിരിക്കും എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും. കണ്ടോ, ഞാനും അതിലൊന്നായി വീഴും. ഒരിക്കലും ചിന്തിക്കരുത്. ആളുകൾ ഒരുമിച്ച് ദൈവ സാന്നിധ്യം ഇറക്കാൻ ബാധ്യസ്ഥത ഉള്ളവരാണ് നാം. നിന്റെ വശത്ത് 1000 കൊറോണക്കാർ വീഴട്ട്, നിന്റെ വലത്ത് വശം 10,000 കൊറോണക്കാർ വീഴട്ട്. ഇവിടെ മേൽ ചവിട്ടി നിന്നുകൊണ്ട് ഉന്നതങ്ങളിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ഉയരങ്ങളുടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നിന്നും ആത്മചൈതന്യമായ നിത്യജീവന്റെ ശക്തിയുടെ ആ സ്പന്ദനങ്ങൾ ഏറ്റുകൊണ്ട് നാം ജീവിക്കും. മക്കളെ, നാം ബലപ്പെടും, നാം ഉയരും. അതാണ് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇടയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം. ഈ ആരാധന സമയത്ത് മാത്രമല്ല, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമെങ്കിൽ 2-3 പേർ ഒരുമിച്ച് കൂടി വന്നാൽ ഒരു വലിയ ദൈവ സാന്നിധ്യം അഷർ ചെയ്യുന്നവരായിരിക്കണം. അഷർ എന്ന് പറയുമ്പോൾ ഉറപ്പ് വരുത്തുന്നവർ, സ്വതന്ത്രം സാധ്യമാക്കി കൊടുക്കുന്നവർ, അതാണ് അഷേഴ്സ് എന്ന് പറയുന്നത്. സ്വതന്ത്രം. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് എന്നെ വീണ്ടും സന്തോഷിപ്പിച്ചു. ടു പ്രിപ്പയർ ദ വേ ടു ഡിസെൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ടു മൂവ് എമംഗ് ദ പീപ്പിൾ. ഓ, എത്ര ഭയങ്കരം അല്ലേ! ലക്ഷക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് വന്നു കൂടുന്നത്. അവരുടെ ഇടയിൽ ഷെക്കേന, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ജനത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണത്. സ്തോത്രം. അതുകൊണ്ടല്ലേ 7 പൊൻനിലവിളക്ക് നടുവിൽ നിലേങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി സഭയുടെ നടുവിൽ ഉലാവുന്നവൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്തോത്രം, സ്തോത്രം. ദൈവം യെരുശലേം ദേവാലയത്തിനകത്ത് ഇറങ്ങി വന്ന തേജസ്സായി ജനത്തിന്റെ മധ്യത്തിൽ ഉലാവും. അതിനുവേണ്ടി വഴിവരുക്കുന്നവരാണ് ആലയത്തിനകത്ത് വന്നവർ. നാം ആലയത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അകത്ത് വന്നവരാണ്. ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ജനനദിയുടെ നടുവിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ ഉലാവണം, അവൻ നമ്മുടെ മധ്യേ ചലിക്കണം. എത്ര പേർ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്? എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അങ്ങനെ ആലയത്തിനകത്ത് വന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ലേവ്യർ ശ്രദ്ധിച്ചിരുന്ന കാര്യമുണ്ട്. എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞിരുന്നു, എ കൈൻഡ് ഓഫ് സെറ്റ് അപ്പാർട്ട്നെസ്. ഞാൻ മാറ്റിവെക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിതം യഹോവയുടെ ആലയത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാണ്. ഞാൻ പിടിച്ചു നീട്ടുന്നില്ല വാക്കുകൾ. ഞാനും നിങ്ങളും ദൈവത്തിനും ദൈവിക ശുശ്രൂഷയ്ക്കും വേണ്ടി എത്ര തിരക്കുള്ളവരാണെങ്കിലും യു ആർ സെറ്റ് അപ്പാർട്ട്. ദൈവ അമ്മയുടെ ഗർഭപാത്രം മുതൽ വേർതിരിച്ചു വച്ചതാണ്. വേർതിരിച്ചു വച്ചെങ്കിൽ ഈ ലോകത്തിലെ പാപം കാണുമ്പോൾ flee from the temptation. Hallelujah. എല്ലാ പ്രലോഭനങ്ങളെയും വിട്ടു ഓടിക്കളയാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Hallelujah. Avoid the appearance of evil before you. നിന്റെ മുമ്പിലുള്ള ദോഷം ആയി ഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറി ജീവിക്കുക. Hallelujah. Thank you, Master. Thank you, Jesus. ആളുകൾ ഇസ്രായേലിൽ 11 ഗോത്രങ്ങൾ ഒരുമിച്ച് വന്നു കാളക്കുട്ടിയുടെ മുമ്പിൽ കുമ്പിട്ടു. പക്ഷെ ലേവ്യ മാറി നിന്ന പോലെ നീ മാറി നിൽക്കണം. നീ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് കൊള്ളണം. സ്തോത്രം. ലേവ്യർ എപ്പോഴും ചിന്തിച്ചിരുന്നു, അവർക്ക് ഇസ്രായേലിൽ ഒരു പ്രത്യേക അവകാശം കൊടുത്തിരുന്നില്ല. അവർ മേലോട്ട് നോക്കി ചിന്തിച്ചു, ദൈവമാണ് എൻ്റെ ഓഹരി, ഞാനിവിടെ പരദേശിയായി പാർക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എത്ര കാലം ഇവിടെ പാർക്കുന്നു അത്രയും കാലം നാം ഒരു പരദേശവാസികളാണ്. നാം ഇവിടത്തുകാരല്ല, നാം ദൈവത്തിനുള്ളതാണ്. ലേവ്യരെ കുറിച്ച് പറയുന്നു,
നീ എനിക്കുള്ളവരാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിനുള്ളവരാണ്. നമ്മുടെ കണ്ണുകൾ അടച്ചു ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം ആരെന്ന് തിരിച്ചറിയണം ഇപ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Sin is the gateway of our destruction. നമ്മുടെ നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും നശീകരണത്തിന്റെയും ഒരു ഗേറ്റ് വേ ആണ്, ഒരു ഗേറ്റ് ആണ് പാപം എന്ന് പറയുന്നത്. നാം അതിനെ ജയിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നാം തിരിച്ചറിയണം, നാം ആലയത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോരുത്തരും, ഇനി ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിനെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ആരാധനയ്ക്കെതിരെ, യെരൂശലേമിനെതിരെ പൊരുതരെ വീണ്ടും വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്ന പോലെ ആരാധനയ്ക്കും ദൈവിക കൃപയ്ക്കുമെതിരെ ശത്രു ആക്രമണങ്ങൾ അഴിച്ചുവിടും. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. ആലയം ശരിക്കും ഒരു ഭരണകേന്ദ്രമാണ്. ആലയം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അതിനെതിരെ ഉന്നം വയ്ക്കുന്ന വൈര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ന് ദൈവസന്നിധിയിൽ ആലയത്തിന്റെ കാവൽക്കാരായി നിൽക്കാൻ ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. പണ്ടൊക്കെ വാതിൽ വഴിയാണ് യെരൂശലേമിനെ ആക്രമിച്ചിരുന്നത്. വടക്കേ വാതിലിൽ കുരുടന്മാരെയും ചെകിടന്മാരെയും രോഗികളെയും മുടന്തന്മാരെയും കൊണ്ടിട്ടിരിക്കും. അവരെയൊക്കെ ആക്രമിച്ചിട്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ വഴിയായി അകത്തുള്ള പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടുമായിരുന്നു. സ്വതന്ത്രം. പിൽക്കാലത്ത് യെരൂശലേം ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെടുമ്പോഴും യെരൂശലേം നശിക്കപ്പെടും. ഇപ്പോഴും യെരൂശലേമിൽ യുദ്ധം ഉണ്ടാകുന്നത് വാതിലിലൂടെ അല്ല, ഉയരങ്ങളിൽ കൂടെയാണ്. മുകളിൽ കൂടെ ആക്രമിക്കപ്പെടുന്നു. സ്വതന്ത്രം. തലയ്ക്ക് ക്ഷതമേൽക്കുന്നത് പോലെ തല നഷ്ടപ്പെടരുത്. നിന്റെ തല ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആക്രമണം നിന്റെ ശിരസിനെതിരെ വരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എവിടെയെങ്കിലും തകർന്നു കിടക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും ആക്രമണങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും പൊളിഞ്ഞു കിടക്കുന്നെങ്കിൽ, യെരൂശലേം ദേവാലയം പൊളിഞ്ഞു കിടക്കുന്നത് പോലെ, ഹല്ലേലൂയ, മുഹമ്മദിയൻസ് കയറി മോസ്ക് പണിതതുപോലെ വേറെ ഏതെങ്കിലും അന്യ ആരാധനകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയ്ക്ക് പകരം വേറെ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇടിച്ചു കളയാൻ തയ്യാറാകും. കേട് തീർക്കുന്നവൻ ഇറങ്ങി വരും. കേട് തീർക്കുന്നവൻ ഇന്നിവിടെ ഉണ്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഓർക്കണം, 11 ഗോത്രങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് 4-ാം ഗോത്രമായി ലേവിയെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ഞാൻ നിന്നോട് പറയുന്നു, ലോക ജനത തള്ളിക്കളഞ്ഞിട്ട് ബലവാന്മാരെ, ഉന്നതന്മാരെ, നിന്നെ ശ്രേഷ്ഠവും ഉന്നതവുമാക്കി തീർക്കാൻ തന്റെ ചോരയാൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ മോശയുടെ വാക്ക് ലേവ്യർ കേട്ടതുപോലെ, മോശയുടെ ന്യായപ്രമാണം വിട്ടുമാറാതെ എന്ന പോലെ യേശുവിന്റെ ന്യായപ്രമാണം വിട്ടുമാറാതെ അവന്റെ കൃപയുടെ പ്രമാണത്തിൽ നിന്നോ ലോക ജനതയിൽ വച്ച് ഞാൻ നിന്നെ ഉയർത്തും. ഈ ലോക ജനതയുടെ നടുവിൽ അവൻ നിന്നെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ വണങ്ങി നമസ്കരിക്കാം. എല്ലാ മഹത്വം നമുക്ക് നമ്മുടെ ദൈവത്തിന് കൊടുക്കാം. സമർപ്പണത്തോടെ അടുത്തു വരാം. 7